മാറ്റി വെക്കടോ. വേണ്ട, ഇവിടെ തന്നെ നിന്നോട്ടെ. ഡോക്ടറാണല്ലേ? ഡോക്ടർ അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഒരു സാധനം കഴുത്തിൽ നടക്കടോ. അത് നോക്കണ്ട. പരമശിവൻ പാമ്പിനെ കൗത്തിലിട്ട് എടുക്കണില്ലേ? അത് മൂപ്പര് പാമ്പിനെ പിടുത്തക്കാരായിട്ടാ? അത് അങ്ങനല്ലേ? അതെ, ഇയാൾ വലിയ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾക്ക് ആരെ കാണണ്ടേ? എനിക്ക് ഡോക്ടർ ഉണ്ണിത്താനെ ഒന്ന് കാണണം. ഞാൻ മലപ്പുറത്തുനിന്ന് വരിക. ബഷീർ പറഞ്ഞയച്ചടാ. അയ്യോ, ഇരിക്കി. ഇതെന്താ വിസിറ്റിംഗ് കാർഡ്? രണ്ടെണ്ണം. അതൊന്ന് പോയി പോയാൽ മറ്റേത് ഉപയോഗിക്കാലോ എന്ന് വെച്ചിട്ടാ. അപ്പൊ രണ്ടും കൂടി പോയാലോ? ഇതൊന്നും കൂടി ഉണ്ട്, മൂന്നും ഇങ്ങേക്ക് ആയിക്കോട്ടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സംഗതി എന്തായാലും ശരി, നമ്മൾ ഓപ്പറേഷൻ കറക്റ്റ് ആയിരിക്കും. ഓപ്പറേഷനോ? അതെ, ഇതാണ് എന്റെ തൊഴിലുപകരണം. എന്റെ തൊഴിലിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഓപ്പറേഷൻ. അതിരിക്കട്ടെ, ഡോക്ടർ മാത്യൂസിനെ തട്ടണോ? ബഷീർ അല്ലേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ വേണ്ട. അവന്റെ അടുത്ത് വരുന്ന രോഗികളെ എന്റെ ക്ലിനിക്കിൽ എത്തിച്ചാ മതി. ഡേ ആൻഡ് നൈറ്റ്? രാത്രിയോ അതോ പകലോന്ന്? സൗകര്യം പോലെ ചെയ്യാം. നിങ്ങളുടെ ഈ ഉണക്ക ശരീരം വെച്ചുകൊണ്ട് ഭ്രാന്തന്മാരെ കീഴടക്കാൻ പറ്റുമോ? ട്രെയിനും പ്ലെയിനും ലോറിയും കപ്പലൊക്കെ എടുത്തു മാറ്റണ കലാസിയാണ് ഞാൻ. ആഹാ, അതെയാ? പിന്നെയാണ് ഭ്രാന്തന്മാര്. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ പിന്നെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ. നാളെ പറ്റില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം. വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ഇല്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രം. എന്റെ ശമ്പളം? ശമ്പളം എന്ത് പ്രതീക്ഷിക്കുന്നു? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലേ? അതെ, അത് എടുക്കുന്ന സാധനത്തിന്റെ വെയിറ്റും എന്റെ അധ്വാനം അനുസരിച്ചാണ് ഇതിലെ കൂലി. അപ്പൊ ദിവസക്കൂലി പോലെ അല്ലേ? അല്ല, കോൺട്രാക്ട് വ്യവസ്ഥ. എന്റെ ഈശ്വര, ലിവർപൂളിന് പോവാതെ ഇങ്ങനെ വല്ല വൃത്തികെട്ട പണി പഠിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. അത് നിങ്ങൾക്കൊന്നും കാര്യമാവില്ല. അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത? അല്ല, ബുദ്ധി. അത് പോട്ടെ, എന്റെ കൂലിക്കാരൻ പറഞ്ഞില്ലല്ലോ, അത് പറയും. എന്തു പറയുന്നു അത് ഞാൻ ചെയ്യാം. മാത്യൂസിനേക്കാൾ കൂടുതൽ രോഗികൾ എനിക്ക് വേണം. അവനേക്കാൾ പണവും പ്രശസ്തിയും എനിക്ക് കിട്ടണം. അതിന് കലാശി എന്നെ ഒന്ന് സഹായിക്കണം. അത് ഞാൻ ഏറ്റു. പറയുന്ന രോഗികളെ ഒരു മിനിറ്റിനകം ഞാൻ ഇവിടെ കൊണ്ടുതരും. പിന്നെ എന്റെ ഭക്ഷണം താമസമൊക്കെ ഏർപ്പാടുണ്ടല്ലോ. താമസം ഇവിടെ ആവാം. പിന്നെ ഭക്ഷണം വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ. മൈ ഡയറ്റ് ഈസ് വെരി ലൈറ്റ്. രാവിലെ ഒരു 8 മുട്ട, 2 ഗ്ലാസ് റവക്കഞ്ഞി, പിന്നെ ഉച്ചക്കൊരു കോഴിയും കുറച്ച് പൊടിയരിക്കഞ്ഞും. ഉപ്പ് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ അരച്ച് മേല് പുരട്ടാനാണോ? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ലിസ്റ്റ് വിട്ടുപോകും. പിന്നെ വൈകുന്നേരം 2 ഗ്ലാസ് ഗോതമ്പ് കഞ്ഞി, അതിലുപ്പ് വേണം. ഉപ്പ് വേണോ? അതെ, ഹിന്ദുപ്പ്. ഹിന്ദുക്കൾ ഉപ്പ്? അതെ, ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ഉപ്പ്. ഇയാൾ എവിടത്തെ ഡോക്ടറാ? ഞാൻ ഡോക്ടർ ഉണ്ണിത്താനാണ്. ഉള്ളതൊക്കെ വിറ്റ് പറക്കിയിട്ടാണ് ഇതൊക്കെ കൊണ്ടിറങ്ങണേ. അത് പറയാക്കി എന്റെ കഥയാക്കി. ഞാൻ ഈ പണി കിട്ടാനും വേണ്ടിയിട്ട് ഇമ്മന്റെയും ബാപ്പന്റെയും മുതല് മുഴുവനും പെറുക്കി വിറ്റ് തിന്നു മുടിച്ചോനാ. ഇത്ര ആഹാരം കഴിച്ചാൽ ശരീരത്തിന് പിടിക്കില്ല, അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ സ്നേഹിത. പിന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തില് നക്കി വർത്താനം പറയരുത്. ഞാൻ തമാശ പറയല്ല. ഈ തീവണ്ടിയും കപ്പലും പൊക്കുന്ന ആളാണെന്ന് പറഞ്ഞാലെങ്കിലും എന്റെ കപ്പാസിറ്റി ഒന്ന് മനസ്സിലായിക്കൂടെ നിങ്ങൾക്ക്? അതൊക്കെ എനിക്കറിയാം. ഇന്ന് ആശുപത്രി വരെ എന്റെ കൂടെ വരിക. അതെ, ആസ്പത്രി പരിസരമൊക്കെ ഒന്ന് കാണട്ടെ. എന്റെ ഓപ്പറേഷന് പറ്റിയ ഒരിടം കണ്ടുപിടിക്കേണ്ട അവിടെ. ഞാൻ രോഗികളൊക്കെ മടക്കിയോ? അല്ല, മെരുക്കി ഒതുക്കി എന്റെ വശത്താക്കി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചേരാം. പൊക്കി പുറത്താക്കി തട്ടി വാഹനത്തിലിട്ട് നിങ്ങളെ ക്ലിനിക്കിൽ എത്തിക്കുന്നത് വരെയാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. തനിക്ക് ഇംഗ്ലീഷൊക്കെ നല്ല വശാണല്ലോ അല്ലേ? എന്ത് ഇംഗ്ലീഷ്? പക്ഷെ ഒരു നിബന്ധന, അന്നന്ന് കണക്ക് തീർക്കണം. തീർക്കാം, പക്ഷെ എന്റെ കണക്ക് തീർക്കല്ലേ കലാസി. എന്റെ ക്വാർട്ടേഴ്സ് കാണിച്ചു തരൂ, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഒരു ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ. ഇതൊക്കെ ഒരു റിഹേഴ്സൽ അല്ലേ ഡോക്ടറെ? പെട്ടത്തില ഞാൻ ഉടക്കിട്ടോ. എന്തിനത്? എന്താ തന്റെ പേര്? പരമു. ഇവിടെ ആരെ കാണാൻ വന്നതാ? വേലായുധനെ കാണാൻ വന്നതാ. അപ്പൊ തന്റെ പേരെന്താ? എന്റെ പേരാ പരമു. പരമു. അപ്പൊ പരമുവിനെ കാണാൻ വേലായുധം വന്നതോ അതോ വേലായുധനെ കാണാൻ പരമു വന്നതോ? അല്ല, പരമുനെ കാണാൻ വേലായുധനുമായിട്ട് ഇങ്ങനെ പരമുവിന്റെ കൂടെ വന്നു. ഇപ്പൊ നടക്കുകയാണല്ലോ. ഇങ്ങനെ നടക്കുമ്പോ തനിക്ക് കൂടുതലായിട്ട് എന്താ തോന്നണേ? നടക്കുമ്പോ നടക്കുവാൻ തോന്നാറുണ്ട്. എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോഴോ? നിക്കുവാന്ന് തോന്നാറുണ്ട്. നടക്കുമ്പോ പിന്നെ നടക്കുമ്പോഴോ? നിക്കുവാന്ന് തോന്നാറുണ്ട്. നടക്കുമ്പോ നിക്കുവാന്ന് തോന്നുന്നു. നിക്കുമ്പോ നടക്കാൻ. അല്ല, അതിനുള്ള മരുന്നുണ്ട് എന്റെ കയ്യില്. അച്ഛനുണ്ടോ? ഉണ്ട്. അച്ഛൻ എന്ത് ചെയ്യണു? അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുവാന്ന് വീട്ടിൽ ചെന്ന് നോക്കിയാലോ. അമ്മയോ?
അമ്മയുടെ കാര്യം അങ്ങനെ തന്നെ. അമ്മയുടെ കാര്യം ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇല്ലില്ല. ശരി, അല്ല അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. നമ്മൾ ഇവിടുത്തെ ആരാ? ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ അച്ഛനാ. എന്താ ചിരിച്ചതെന്ത്? ഞാൻ വിചാരിച്ച് ആ. റഷ്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. കഷ്ടം, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പോയാ എന്താ അതന്നെ ചെയ്യാ? അതന്നെ, തലയ്ക്ക് സുഖമില്ലണ്ട, എന്താ ചെയ്യാ, പിടിച്ചു കെട്ടിക്കൊണ്ടുവച്ച് അതെ, അങ്ങനെ തന്നെ വേണ്ട, അങ്ങനെ അതന്നെ വേണ്ട. അതന്നെ ആരും വന്നില്ലേ? അതന്നെടാ, ഇപ്പൊ വരും. കഷ്ടം, നിങ്ങളെ കണ്ടാൽ എങ്ങനെ തോന്നില്ല ആ, കേട്ടോ. മതി, നീ പ്രശ്നമില്ല. കെട്ടിക്കോ. പാർവതേ, എന്തോ നീ ആ ഇരുമ്പിന്റെ ചുറ്റി വന്നില്ലേ? ഇല്ല, എന്തേന്? അയ്യോ, അത് ഉണ്ടെങ്കിൽ ഇവന്റെ തലയ്ക്ക് അടിച്ച് മാറ്റി കൊണ്ടുപോയി. അയ്യോ, ഞാനത് മറന്നുപോയി. കരിങ്കല്ലിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ നല്ല മോനെയുള്ളത്. ഇഷ്ടിയായാലെങ്ങനെ? ഇഷ്ടിയെ കുത്താൻ പറ്റുമോ എന്നെ? ശരി ആ. മോനെ, സൂക്കേട് മാറാനല്ലേ? കെട്ടിക്കോ കെട്ടിക്കോ. ആ. അപ്പൊ എന്തായിരുന്നു എന്റെ പാർവതേ, സാധനം താഴ്ത്തിട്ട് കേട് വരുത്തരുത്. നമുക്ക് ആവശ്യമുള്ള സാധനമാണേ. ഇല്ല, വളരെ കരുതിയെ കൊണ്ടുള്ളൂ. അയ്യോ, ഇത് നല്ല വെയിറ്റ് നിങ്ങൾ വരുമ്പോൾ കൊന്നുകൊണ്ട് പോകാന്നല്ലേ. നടക്ക. കൈ മേലടിക്കരുത്, അടിയുള്ള ആ. എന്താ എന്താ? ഞാൻ പോയി നോക്കി. എന്നിട്ട് ആദ്യം ചെന്ന് നോക്കുമ്പോ വേലായുധൻ, ആ. പിന്നെ ചെന്ന് നോക്കുമ്പോ വേലായുധനല്ല. ആദ്യം ചെന്ന് നോക്കുമ്പോ വേലായുധൻ, ആ, അടുത്ത് ചെന്ന് നോക്കുമ്പോ ഒരു താരിക്കാരന്. ആദ്യം ചെന്ന് നോക്കുമ്പോ താടിക്കാരില്ല, പിന്നെ വേലായുധൻ വന്നു. അപ്പൊ താടിക്കാരോടെ അല്ലാതെ ഞാൻ ആദ്യം ചെന്ന് നോക്കുമ്പോ വേലായുധനുണ്ട്, പിന്നെ ചെന്ന് നോക്കുമ്പോ അങ്ങനെ വേലായുധൻ മനസ്സിൽ തോന്നുകയാണോ? തോന്നല്ല, ഞാൻ പോയി നോക്കിയേ. സംശയം മണി നിങ്ങളൊന്ന് പോയി നോക്കി. ഡോക്ടറെ, നിങ്ങൾ വിചാരിക്കുന്ന ഭ്രാന്തനല്ല, ഒരു മന്ത്രവാദി. പാർവതേ, ഓ. നിനക്കും തുടങ്ങിയല്ലേ തലയ്ക്ക് കുറേശ്ശെ ഭ്രാന്ത്? ഡോക്ടറെ, നിങ്ങളെ പരമൊന്നും ഒതുക്കാൻ നോക്കരുത്. ആൾ അല്ലെങ്കിൽ തന്നെ വേജാറായിരിക്കാം. ഭ്രാന്ത് ഇരിക്കാൻ നിങ്ങളെ വാപ്പക്കാണ്. ഒറ്റയ്ക്ക് നിന്നിട്ട് എനിക്ക് പേടിയാവണ പോലെ തോന്നുന്നു. ഡോ, അവിടെ നിൽക്കാൻ. എന്തിനാണോ ഈ കയറും കൊണ്ട് നടക്കണേ? കെട്ടി തൂങ്ങി ചാവാനാ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തൂങ്ങാൻ നിൽക്കുന്നവരെ പൊക്കാൻ. താൻ ആ വേലാലിനെ കൊണ്ടുവന്ന് തന്നില്ല, അത് പോട്ടെ. ആ പരമുന്റെ അളി എന്റെ കരണക്കുറ്റിക്ക് അടിച്ചപ്പോ താൻ നോക്കി ഇന്ന് ചിരിച്ചില്ലടോ. പിന്നെ ഞാനും വന്ന് നിങ്ങളെ കാരണം കുറ്റിക്കായിരിക്കണോ? അത് വലിയ കാര്യമൊന്നല്ല ഡോക്ടറെ. അടി കിട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. ദേ, അനാവശ്യം പറയരുത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ ബില്ല് ക്ലിയർ ചെയ്ത് എന്നെ വെക്കറ്റ് ചെയ്താലേ. ബില്ല് ക്ലിയർ ചെയ്യേ? എന്റെ സ്വഭാവം ഒന്നും എനിക്കറിയില്ല. കിഡ്നാപ്പിന് ഇറങ്ങുമ്പോ പല സംഗതികളും ശ്രദ്ധിക്കാനുണ്ട്. ദേ, രോഗികൾ വരുന്നുണ്ട്, താൻ അവിടെ പോയിരിക്കും. ആ കാണുന്ന തന്നെ. ആ, ഇങ്ങള് വരി. ആ എന്റെ നാദിറാ. എന്റെ മോനാ, നാദിറാ. ഇതെന്താ? വിട്. ഇയാള് വല്ല കുടിച്ചിട്ടുണ്ടോ? ഭ്രാന്ത് പിടിച്ചോ? ഞാനല്ല നിങ്ങളെ വാപ്പ. വിടാൻ പറയ്. വിടടാ. മോനെ ഫറൂദ എന്തായി കാണണേ? ഇന്റെ വിട്. മോനെ, ഇന്റെ അമ്മോ, ഇന്റെ പൊന്നാര് മോനെ. അയ്യേ. മോനെ, ഇന്റെ ഡോക്ടർ സാറേ, ഓനെ തേടാൻ ഇനി ദുനിയാവില് ഒരു ഇടവും ഇല്ല. കഴിഞ്ഞ 7 മാസമായിട്ട് അവൻ കുതിരവട്ടത്തായിരുന്നു. അവിടുന്ന് ചാടി പോന്ന. എന്റെ ഈശ്വര. ഇന്റെ പടച്ചോനെ, ഞമ്മള് 14 പെറ്റെങ്കിലും ഓനെ മാത്രം പടച്ചോ ഞമ്മക്ക് തന്നത്. പച്ചെങ്കിലും ഓന് വട്ടായി പോയി. ഇന്റെ റബ്ബേ, ഞമ്മളിനി എന്ത് ചെയ്യാനാ? വേറെ കുഴപ്പമൊന്നുമില്ല. പ്രാന്തിളകി കഴിഞ്ഞാ ആരെ കണ്ടാലും നാദറാ നാദറാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഉമ്മ വെക്കും. എത്ര നാളായി തുടങ്ങിയിട്ട്? കല്ലായി പോയെന്ന് തടി പൊക്കിപ്പോ ചങ്ങല പൊട്ടി ഓന്റെ തലയിൽ വീണ്. അന്ന് മുതൽ ലേശം കുഴപ്പ. എന്നാ പെട്ടെന്ന് എന്നെ കൊണ്ടുപോയിക്കോ, കുതിരവട്ടത്ത് തന്നെ ആയിക്കോട്ടെ. എന്റെ പൊന്നു ഡോക്ടർ സാറേ, സാറൊന്ന് കൂടെ വന്ന. ഞാൻ കൂടെ വരെ, എനിക്ക് വേറെ പണിയുണ്ട്. തെക്ക് ഭാഗത്തൊരു കുളം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വതന്ത്രമായതെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. പാപ്പാനെ കൊല്ലാതെ ഉപ്പാപ്പാനെ കൊന്ന് ചില നെറികെട്ട ഹംകളി ഇന്നും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്റെ പൊന്നാരി മോനെ, ഞമ്മക്ക് വീട്ടിൽ പോവാട മോനെ. ആ. എത്ര നാളായിട്ട് വന്നിട്ട്. എടാ പോവാട മോനെ, ബാടാ നീ. വേണ്ട. എടാ, പൊന്നാരി പറയൂ, മോനെ, അവിടെ നിൽക്ക്. എടാ മോനെ, പറമ്പിൽ അവിടെ നിൽക്കണ നീ. എടാ പൊന്നാരി. ഞാൻ തലക്ക് സുഖമില്ലാത്ത ആൾ പോകുമ്പോലെ പോണത്. അപ്പം ആരെ കപ്പൽ മുങ്ങിന്നാ പറഞ്ഞത്? റബ്ബേ. കേട്ടാ കേട്ടാ. എടാ, ഈ ഓന്റെ കൂടെയാണ് കൂടിയിരിക്കുന്നത്. പടച്ച തമ്പുരാനാണ് അനക്ക് മൂത്ത ഭ്രാന്ത് പിടിക്കും. അത് ശരി, അപ്പൊ ഉമ്മയ്ക്കും ഭ്രാന്താണല്ലേ? നീ പോട കേട്ടാണ് എന്റെ വാപ്പാക്കാണ് ഭ്രാന്ത്. ഇന്നലെ നിന്റെ കയറും